ക്ലാസ് 7 ഇംഗ്ലീഷിലെ എ ഡോൾസ് ജേർണി എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഹിയർ ഇസ് എൻ അനക്ഡോട്ട് എബൌട്ട് എ ഗേൾ ആൻഡ് ഹെർ ഡോൾ. ഒരു കുട്ടിയുടെയും അവളുടെ പാവയും കുറിച്ചുള്ള ഒരു അനക്ഡോട്ടാണ്. അനക്ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് നോട്ട് എബൌട്ട് ആൻ ഇൻസിഡൻറ്റ്. ഒരു ഇൻസിഡൻറ്റ്, ഒരു കാര്യത്തെ, ഒരു നടന്ന സംഭവത്തെ പറ്റിയുള്ള ഒരു കുറിപ്പിനെയാണ് അനക്ഡോട്ട് എന്ന് പറയുന്നത്. ജർമ്മൻ റൈറ്ററായിട്ടുള്ള ഫ്രാൻസ് കാഫ്ക ഇതിൽ ഒരു പ്രധാന റോള് വഹിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് അപ്പിയർഡ് ഇൻ ഹിസ് ബയോഗ്രഫി. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ജീവചരിത്ര കുറിപ്പിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡോൾസ് ജേർണി, ഒരു പാവയുടെ യാത്ര. ഇറ്റ് വാസ് എ സാറ്റർഡേ ആഫ്റ്റർനൂൺ. ഒരു ദിവസം വൈകിട്ട്. ഏത് ദിവസമായിരുന്നു? സാറ്റർഡേ ദിവസം വൈകിട്ട്. കാഫ്ക വാസ് വാക്കിംഗ് ത്രൂ എ പാർക്ക് ഇൻ ബെർലിൻ. ബെർലിനിലൂടെ ഒരു പാർക്കിലൂടെ നടക്കുകയായിരുന്നു കാഫ്ക. അദ്ദേഹം ഒരു കുട്ടീനെ കണ്ടു. ഹി മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹർ ഫേവറേറ്റ് ഡോൾ. അവളുടെ പ്രിയപ്പെട്ട പാവയെ കാണാത്തത് കൊണ്ട് കരയുന്ന ഒരു കുട്ടിയെ ആര് കണ്ടു? കാഫ്ക കണ്ടു. കാഫ്ക ജോയിൻഡ് ഹർ ഇൻ സെർച്ചിങ് ഫോർ ദ ഡോൾ അൺസക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താ? വിജയകരമല്ലാതെ അവർ പാവ നോക്കുകയായിരുന്നു, പക്ഷെ അത് വിജയകരമായോ? ഇല്ല. അപ്പോൾ അവർക്ക് പാവയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഹീ കൺസോൾഡ് ഹർ. അദ്ദേഹം അവളെ ആശ്വസിപ്പിച്ചു. കൺസോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്വസിപ്പിക്കുക. ഹി ഓൾസോ പ്രോമിസ്ഡ് ഹർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അവൾക്ക് അദ്ദേഹം വാക്ക് കൊടുത്തു. പ്രോമിസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്ക് കൊടുക്കുക. ദാറ്റ് ഹീ വുഡ് മീറ്റ് ഹർ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം ഞാൻ നിന്നെ കാണാൻ വരാമെന്നും അപ്പോൾ നമുക്ക് ഡോള് വീണ്ടും നോക്കാമെന്നും പറഞ്ഞു. ദ നെക്സ്റ്റ് ഡേ ഹീ മെറ്റ് അറ്റ് ദ പാർക്ക് ഇൻ ദ ഈവനിങ്. അടുത്ത ദിവസം അദ്ദേഹം അവളെ കണ്ടു. വൈകിട്ട് പാർക്കിൽ ചെന്ന് അവളെ കണ്ടു. ആ പിക്ചറിൽ നോക്കി നമുക്ക് കാണാൻ പറ്റും. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം, കുറച്ച് നേരം അവളെ നോക്കിയതിന് ശേഷം എന്താണ് ചെയ്തത്? അവിടെ എല്ലാം അവർ പാവയെ നോക്കിയിട്ട് കാഫ്ക അഭിനയിച്ചു ദാറ്റ് ഹീ ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. പാർക്കിലെ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് എനിക്കൊരു ലെറ്റർ കിട്ടി എന്ന പോലെ കാഫ്ക അഭിനയിച്ചു. ഹീ ഗേവ് ദ ലെറ്റർ ടു ദ ഗേൾ. ആ കുട്ടിക്ക് അദ്ദേഹം ആ ലെറ്റർ കൊടുത്തു. കാഫ്ക ഹാഡ് പ്രിപ്പയർഡ് ദ ലെറ്റർ വിച്ച് വാസ് മെന്റ് ടു ബി ഫ്രം ദ ഡോൾ. ആ ഡോളാണ് ആ ലെറ്റർ കൊടുത്തത് എന്ന പോലെയാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്. ഡോണ്ട് വറി അബൌട്ട് മീ ദ ലെറ്റർ സെഡ്. ആ ലെറ്റർ എന്ത് പറഞ്ഞു? എന്നെ പറ്റോർത്ത് നീ വിഷമിക്കേണ്ട. ഐ ആം ഓൺ എ ട്രിപ്പ് അറൗണ്ട് ദ വേൾഡ്. ഞാൻ ഈ ലോകം മൊത്തം ചുറ്റി സഞ്ചരിക്കാൻ പോവുകയാണ്. ഇറ്റ് ഈസ് റിയലി എക്സൈറ്റിംഗ്. അത് ആ പാവയ്ക്ക് ഇഷ്ടമാണ് എന്ന മട്ടിലാണ് എഴുതിയിരിക്കുന്നത്. ഐ വിൽ ടെൽ യു എവറിത്തിങ് വെൻ ഐ എം ബാക്ക്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ എല്ലാം നിൻ്റെ അടുത്ത് വിശദമായി പറയാം. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. അവൾക്ക് വീണ്ടും ലെറ്റേഴ്സ് കിട്ടിക്കൊണ്ടേയിരുന്നു. ആ പെൺകുട്ടിക്ക് വീണ്ടും കണ്ടിന്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? തുടർച്ചയായി. ഷീ റോട്ട് അബൌട്ട് ഹെർ അഡ്വഞ്ചേഴ്സ് ഇൻ ഡീറ്റെയിൽ. ആ പാവ അവൾ നേരിട്ട അഡ്വഞ്ചേഴ്സിനെ പറ്റി, അഡ്വഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സാഹസികതയെ പറ്റിയെല്ലാം ആ ലെറ്റേഴ്സുകൾ ഡീറ്റെയിലായി എഴുതിയിരുന്നു. ദ ലെറ്റേഴ്സ് ഡിലൈറ്റഡ് ദ ഗേൾ. ആ പെൺകുട്ടിയെ ഈ ലെറ്റേഴ്സ് എല്ലാം വളരെയധികം സന്തോഷിപ്പിച്ചു. ദിസ് വെൻറ്റ് ഓൺ ഫോർ സം time, but Kafka noticed that the girl was becoming moody as day passed. ഇതെല്ലാം തുടർന്നു കൊണ്ടേയിരുന്നു. ഒരുപാട് സമയം ഇതെല്ലാം ഇങ്ങനെ വീണ്ടും അവൾക്ക് ലെറ്റേഴ്സ് കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷേ കാഫ്ക നോട്ടീസ് ചെയ്തു. കാഫ്ക മനസ്സിലാക്കി ആ പെൺകുട്ടി വീണ്ടും അവൾ മൂടി ആയിക്കൊണ്ടിരുന്നു. അവൾ സന്തോഷമില്ലാതെ പോലെ ആയിരുന്നു. ഷീ ബാഡ്ലി വാണ്ടഡ് ഹർ ഡോൾ ടു കം ബാക്ക്. അവൾക്ക് ആ പാവ എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നായിരുന്നു. ആൻഡ് കാഫ്ക ഫെൽറ്റ് ദാറ്റ് ഹീ കുഡ് നോട്ട് മേക്ക് അപ്പ് ലെറ്റേഴ്സ് ഇൻഡെഫിനറ്റ്ലി. എന്നേക്കും അവൾക്ക് ഇങ്ങനെ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് കാഫ്ക മനസ്സിലാക്കി. ഫൈനലി ഹീ ഫൗണ്ട് എ വേ ഔട്ട്. ഇതിനൊരു പരിഹാരം കാഫ്ക കണ്ടെത്തി. There were no letters for some days. ഒരുപാട് ദിവസത്തേക്ക് ഒരു ലെറ്റേഴ്സും ഉണ്ടായില്ല. Then one day Kafka told the girl that the doll was engaged to be married. അപ്പോൾ ഒരു കത്തുകളും ഇല്ലാണ്ടായപ്പോൾ എന്തായാലും ആ കുട്ടി അന്വേഷിച്ച് കാണത്തില്ലേ? അപ്പോൾ കാഫ്ക പറഞ്ഞു ആ കുട്ടി എൻഗേജ്ഡ് ആയി. The doll was engaged to be married. കാഫ്ക പറഞ്ഞു ആ ഡോളിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഹി ഹാഡ് മെറ്റ് ഹർ വൈൽ ഓൺ ദ ട്രിപ്പ് ടു അനദർ പാർട്ട് ഓഫ് ദ കൺട്രി. അദ്ദേഹം പറഞ്ഞത്? ഞാൻ ആ ഡോളിനെ കണ്ടിരുന്നു. അദ്ദേഹം യാത്ര പോയപ്പോൾ എവിടെയോ വെച്ച് ആ ഡോളിനെ അദ്ദേഹം കണ്ടു എന്ന് പറഞ്ഞു. Kafka also told her that she had even introduced him to the young man she was going to marry. അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഡോൾ കല്യാണം കഴിക്കാൻ പോകുന്ന യുവാവിനെ കാഫ്കയ്ക്ക് പരിചയപ്പെടുത്തി എന്നും ആ പെൺകുട്ടിയെടുത്ത് കാഫ്ക കള്ളം പറഞ്ഞു. She was sorry that she could not write letters for some time. ആ ഡോളിന് നല്ല വിഷമമുണ്ട് ആ പെൺകുട്ടിക്ക് ലെറ്റേഴ്സ് അയക്കാൻ പറ്റാത്തതിൽ എന്നെല്ലാം കാഫ്ക ആ പെൺകുട്ടിയെ
പെൺകുട്ടിയോട് പറയുകയാണ്. ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ കുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻസ് ഫോർ ദ വെഡ്ഡിംഗ് വെയർ ഓവർ. കല്യാണത്തിൻ്റെ തിരക്കുകളെല്ലാം കഴിയുമ്പോൾ അവൾക്ക് എന്തായാലും കത്തുകൾ എഴുതാം എന്ന് ആ ഡോള് വാക്ക് കൊടുത്തതായിട്ടും കാഫ്ക പെൺകുട്ടിയോട് പറഞ്ഞു. ദ ഗേൾ വാസ് ഹാപ്പി to hear from her doll, but she wondered where she would be able to see her again. ആ പെൺകുട്ടി നല്ല സന്തോഷവതിയായിരുന്നു. ദാറ്റ് അവളുടെ പാവ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നറിഞ്ഞ് അവൾ സന്തോഷവതിയായിരുന്നു. എന്നാലും അവൾ എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു, എവിടെയാണ് ആ പാവ, ഇനി എപ്പോഴാണ് ആ പാവയെ കാണാൻ പറ്റുക എന്നെല്ലാം അവളിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടേയിരുന്നു.